ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അനേസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമരപ്പയർ തക്കാളിക്ക് ഇട്ട് വെച്ച കറിയാണ്. സാധാരണ നമ്മൾ അമരപ്പയർ തോരനല്ലേ വെക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പിന്നെ നിങ്ങൾ അമരപ്പയർ എവിടെ കണ്ടാലും വാങ്ങും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കറി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 1/2 കിലോ അമരപ്പയർ നന്നായി കഴുകി അരിഞ്ഞത്. അമരപ്പയറിൻ്റെ ഒരു സൈഡ് കട്ടി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് കളയണം. ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഈ റെസിപ്പിക്ക് സൺഫ്ലവർ ആണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് സൺഫ്ലവർ ഉപയോഗിക്കാൻ പറയുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1/2 സ്പൂൺ ജീരകം ഇടുക. ഈ കറിക്ക് മസ്റ്റായിട്ടും ജീരകം ചേർക്കണേ. ജീരകം നന്നായി മൂത്തതിന് ശേഷം കടുക് ഇടുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഒരു സവാള നീളത്തിലരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുക്കണേ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കണേ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളക്കിയതിന് ശേഷം 2 തക്കാളിക്ക ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്ക ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണേ. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണം. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്താൽ മതി. നന്നായി വെന്ത അമരപ്പയറിലേക്ക് 1 സ്പൂൺ വെളുത്ത എള്ള് പൊടിച്ചതും സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണേ. അത് ചേർത്ത് ഒരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബൈ.